ഈ വന്നേക്കണ എന്നെ മനസ്സിലായോ എന്ന് ഞാൻ ചോദിച്ചാണ്. ജോത്സ്യനല്ലേ? അയ്യോ അതെങ്ങനെ മനസ്സിലായി? ഫിഗർ അല്ലേ? അറിയാൻ മേലത്. അയ്യോ ഭയങ്കര സന്തോഷം, എന്നെ സംഭവം മനസ്സിലായല്ലോ. അല്ല ഈ അജീഷ് ആരാണ്? അജീഷ് ഞാനാ. അജീഷ് താനാണ്? തന്റെ ഒരു ഉറ്റ ചങ്ങാതി ഉണ്ടല്ലോ സജീഷ്. ആ പുള്ളി എവിടെ? സജീഷ് ഇപ്പൊ വീട്ടിലേക്ക് പോയി ഇപ്പൊ വരും. പെട്ടെന്ന് വിളിക്ക്, രണ്ടുപേരെ വിളിച്ചിട്ട് വേണം നമുക്ക് ഇതിന്റെ പരിഹാരം നോക്കാൻ. കുഴപ്പമില്ല ജോത്സരെ, ജോത്സരെ നമുക്ക് അങ്ങ് തുടങ്ങി നോക്കാം. അവൻ ഇടയ്ക്ക് വന്ന് കൂടിക്കോളും. ഇടയ്ക്ക് വന്ന് കൂടാൻ തന്നെ പറമ്പിപ്പണി വല്ലതാണോ? രണ്ടുപേരെ വിളിച്ചു വരുത്തണം, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് വേണം അതിന് പരിഹാരം. അവൻ ഇപ്പൊ പോയതല്ലോ, വരാൻ ഇത്തിരി ലാഗ് ഉണ്ടാകും. നമുക്ക് തുടങ്ങി നോക്കാം. അവൻ വരുമ്പോ കൂട്ടിയാ പോരാ കൂടെ ആണല്ലേ? എന്നാ പിന്നെ കുഴപ്പമില്ല. എന്നാ പിന്നെ അജീഷ് ഇരിക്കുക, ആ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മുടെ നോക്കിക്കളയാ. ജോത്സരെ ഇതിന്റെ ടോൺ പെട്ടെന്നൊരു മാറ്റം. ആദ്യം വേറെ ടോൺ ആയിരുന്നല്ലോ. അതിനെ സംഭവം അറിയോ, ഞാൻ ഈ ജ്യോതിഷം പറയുമ്പോണ്ടല്ലോ ഈ ടോൺ പിടിച്ചാലേ ആൾക്കാർ വിശ്വസിക്കുള്ളൂ. മറ്റേ ടോണിൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ആര് പറഞ്ഞതൊക്കെ ചുമ്മാ പറഞ്ഞു. കാര്യമാണോ പറയുന്നത്? ടോൺ ഒരു വിഷയമല്ല, വിശ്വസിക്കും. ആണോ? ടോൺ മാറി. എന്നാ അജീഷ് ഇവിടെ ഇരുന്ന്, അജീഷിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഒരു ദോഷം വരാണ്ട് അവിടെ ഇരുന്ന് കണ്ടോ, ഈ ടോണി പറഞ്ഞിട്ട് വിശ്വസിച്ചോ? ദോഷം പറഞ്ഞു. അല്ല ദോഷം. അജീഷിന് ഒരു ദോഷം വരാണ്ട് അവിടെ ഇരുന്ന് ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. ചുമ്മാ ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? എനിക്കെന്ത് ദോഷം പറയാൻ? ചുമ്മാ അടിച്ചിടുക. എന്നാ കേട്ടോ, അജീഷ് അവിടെ ഇരിക്കുക, അജീഷിനൊരു ദോഷം വരാൻ എന്താ? പെട്ടെന്ന് നോക്കി പറ. ആപത്ത് വരുവാണോ നോക്കി പറ. ഇപ്പൊ ഈ ടോണി പറഞ്ഞ വിശ്വസിച്ചില്ലേ? മറ്റേ ടോണി പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ജ്യോതിഷം പറയണമെങ്കിൽ ഈ ടോണ് വേണം. അങ്ങനെ ടോൺ പറഞ്ഞ് മനസ്സിലാക്കി തന്നോ? അതെ അതെ. വിടണ്ട, ഈ ടോൺ തന്നെ പിടിച്ചാൽ മതി. ഈ ടോൺ പിടിച്ച് അവസാനം വരെ കളിക്കാൻ പറ്റും. പോകുന്നിടത്തോളം പോകട്ടെ, ബാക്കി അവിടെ ഇട്ട് പിടിക്കാം. ആയിക്കോട്ടെ, എന്നാ കുഴപ്പമില്ല. ടോൺ വിശ്വസിക്കില്ല, അതാണ്. അതെ അതെ അതെ. ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ ജോത്സ്യരെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കുന്നില്ല. ആര് പറഞ്ഞു? എനിക്ക് തന്നെ ഈ മാസം 13 കല്യാണമുണ്ട്. ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന സമയമാണ്. ഞായറാഴ്ച 2 കല്യാണം ഞാൻ കീഴ്ക്കുന്നത്. എത്ര പോലെ കല്യാണം നാട്ടിൽ കല്യാണം നടക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇല്ല, എന്റെ കല്യാണം നടക്കുന്നില്ല, അതാണ് പ്രശ്നം. അത് നമുക്ക് നോക്കാം, അത് പ്രശ്നമില്ല. അത് നമുക്ക് നോക്കാലോ. കൊറേ ഉണ്ടല്ലോ. കബഡി പൊടിച്ചു കളയാൻ പോകണം. സംസാരിക്കില്ല. ഓം ക്രീം ഐസ്ക്രീം താടാ, ഓം ക്രീം ഐസ്ക്രീം താഹാ. ഫ്ലേവർ ഏത് വേണം? വാനില വേണോ പിസ്ത വേണോ? എന്നത്? ഐസ്ക്രീം താടാ. ഐസ്ക്രീം താടാന്നല്ല പറഞ്ഞ. ഓം ക്രീം ഐക്ലീം സ്വാഹ. ഐക്ലീം സ്വാഹ. മന്ത്രം ലെജിബിളായിട്ട് പറയണം. ഇപ്പൊ എത്ര പെട്ടി ഐസ്ക്രീം ഇവിടെ വന്നതെന്ന് അറിയാം. ഫോൺ ചെയ്ത് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് എന്റെ മന്ത്രത്തെ കയറി പിടിക്കണത്? പിടിക്കുന്നില്ല. നിങ്ങൾ അത് പിടി കേട്ടോ, മന്ത്രത്തെ കയറി പിടിക്കല്ലേ. ഒരു കാര്യം ചെയ്തേ, ഒരു ഇത്രയും സാധനം ആ മൂലയിലേക്ക് മാറ്റി വെച്ചേ. അത്ര സാധനം മാറ്റി വെക്കണത്. നീ എല്ലാത്തിനും സംശയം ചോദിച്ചാൽ ഞാൻ ഇത് എങ്ങനെ ഇത് കളിച്ചോപ്പിക്കണം? അങ്ങോട്ട് മാറ്റി, ആ മൂലയിലേക്ക് മാറ്റി. ഇതൊരു 6 ആ മൂലയിലേക്ക് മാറ്റി. മാറ്റി വെച്ചേക്കണ 6 അതെന്താ? അത് കബഡിയാറ്. ഈ കവടിയാറിനകത്ത് ആ കവടിയാർ കൊട്ടാരം ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ കാണിച്ചു തരാം. കബഡിയാർ കൊട്ടാരം രാജാവിനെ എനിക്ക് പേടിയാ. രാജാവിനെ പേടിയാ. ഒരു കാര്യം നോക്കാൻ സമ്മതിക്കില്ല. എല്ലാത്തിനും അവന് സംശയമാണ്. ഞാൻ നോക്കട്ടെ, നിന്റെ കാര്യം പറയണ്ടേ? നിനക്ക് എന്താ പ്രശ്നം? എന്താ നടക്കാത്ത എന്താണെന്ന് പറഞ്ഞാൽ മതി. കല്യാണം നടക്കാത്ത പ്രധാനമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ശുക്രന്റെ വരവ് താമസിച്ചിരിക്കണു. എങ്ങനെ താമസിക്കായിരിക്കും? അതിന് കാരണമുണ്ട്. മമ്മൂട്ടിയുടെ കളങ്കാവിലെ നിവിൻ ബോഡിയിലെ സർവ്വമായും കളിക്കുന്നതുകൊണ്ടാണ് ശുക്രൻ വരാൻ താമസിക്കുന്നത്. ഏത് ശുക്രൻ? ബിപിൻ ജോർജിന്റെ പുതിയ സിനിമ. ബിപിൻ ജോർജിന്റെ ശുക്രന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ ശുക്രൻ കൂടുതലുണ്ട്. ഓരോ വ്യക്തിയുടെ കൂടുതലും ശുക്രനുണ്ട്. ആ ശുക്രന്റെ വരവ് താമസിച്ചുകൊണ്ടാണ് നിന്റെ കല്യാണം നടക്കാത്തത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജോർജിന്റെ ഒരു പിടിപാട് വെച്ചിട്ട് ഈ ശുക്രനെ നേരത്തെ വരുത്താൻ പറ്റും?